നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കേരളത്തിലെ ഉള്ളവരെല്ലാവരും ചൂട് കൊണ്ട് ഇങ്ങനെ വലഞ്ഞിരിക്കുകയാണ്. ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും സൂര്യാതപം ഏൽക്കുന്നത് മാത്രമല്ല, ദാഹം കൊണ്ടുമൊക്കെ അവശരായിട്ട് കഴിയുന്ന ഒരു സമയമാണിത്. അത്രയേറെ ചൂടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചൂടത്ത് ഒരു പ്രധാന വില്ലൻ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ടി വിയിലെ ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും കാണുന്ന ഒരു കാഴ്ചയാണ് പാമ്പ് കടിച്ചിട്ടുള്ള മരണങ്ങൾ. ഒരു കുട്ടിയൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനുശേഷവും നിരവധി പേർക്ക് പാമ്പ് കടിയൊക്കെ ഏറ്റു, പലരും മരണപ്പെട്ടു, പലരും ചികിത്സയിലൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചൂടാണ് യഥാർത്ഥ ഒരു കാരണം. അപ്പോൾ ചൂടിൽ ഈ വേനൽ മഴയൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എല്ലായിടത്തും എത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഗുരുവായൂരൊന്നും വന്നിട്ടില്ല. ഇന്ന് രാവിലെ ചെറുതായി ഒന്ന് സ്പ്രേ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് കൂടിയ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെയുള്ള അപകടങ്ങൾ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് നമുക്കിന്ന് എന്തുകൊണ്ടാണ് ഈ പാമ്പുകൾ, അങ്ങനെ തന്നെ പറയാട്ടോ, അല്ലെങ്കിൽ നാഗങ്ങൾ ഈ അവരുടെ ആവാസ വ്യവസ്ഥ വിട്ടിട്ട് നമ്മുടേതായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത്, എങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാട്ടോ. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയാം. ഭഗവാൻ ഇന്നലെ ചെറിയൊരു ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു കൈയിലെ പെണ്ണുരുളയും പിടിച്ചിട്ടുണ്ട്, ഒരു കൈയിലെ പൊന്നോടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു കേട്ടോ. വെണ്ണയും ഓടക്കുഴലും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു അലങ്കാരം തന്നെയാണ്. ഭഗവാന് പ്രിയപ്പെട്ട ഓടക്കുഴലാണ്, ഭഗവാന് പ്രിയപ്പെട്ട വെണ്ണയുമാണ്. അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ ഭഗവാന്റെ കയ്യിലുള്ള ആ വെണ്ണയാകാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. എന്നിട്ട് ഭഗവാനിലെ അലിഞ്ഞു ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സാണ് ഈ വെണ്ണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാനിൽ അലിഞ്ഞു ചേരുക, ഭഗവാനിൽ എല്ലാം നമ്മൾ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാമജപം അല്ലെങ്കിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുക, ക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ അതിലേക്കുള്ള ഓരോരോ പടികളാണ്. യഥാർത്ഥത്തിലുള്ള ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. ആ ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം. അതിലേക്കുള്ള ചവിട്ടുപടികളാണ് നമ്മൾ ഈ കേൾക്കുന്ന ഓരോരോ കഥകൾ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, നമ്മൾ ഭഗവാന്റെ പ്രാർത്ഥിക്കുന്ന രീതികൾ, ഇതെല്ലാം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതെല്ലാം ഇതിൻ്റെ എല്ലാം പടികളാണെന്നാണ് പറയുക. അപ്പം അങ്ങനെ പോയിട്ട് ഭഗവാൻ എന്താണെന്നുള്ള ആ ആദ്യത്തെ ഒരു ഭാഗമുണ്ടല്ലോ, കുറച്ച് കാര്യങ്ങൾ അറിയുക, അതുമാത്രമേ നമുക്ക് ഇതിലൂടെ സാധിക്കുള്ളൂ. യഥാർത്ഥത്തിലുള്ള ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും അതീതമാണെന്നാണ് പറയുക. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ അത്രത്തോളം വിശാലമാകണം. നമുക്ക് അത്രത്തോളം ഭഗവാനിൽ നമ്മൾ സമർപ്പിക്കണം. അതാരും കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആകരുത്. ഞാൻ നന്നായി നാമം ചൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല. ഇതൊന്നുമല്ലാതെ നമുക്ക് ഭഗവാനെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതിനെ ബാക്കി എല്ലാ ചിന്തകളിൽ നിന്നും നമ്മൾ മോചിതരാകണം. നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നു, അപ്പോഴൊന്നും അതിന് സാധിച്ചു എന്ന് വരില്ല. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ലൗകികപരമായിട്ടുള്ള പല കാര്യങ്ങളും, ആ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാനായിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം തന്നെയാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ യഥാർത്ഥ ഭഗവാന്റെ ആ ഒരു ഭാവം, ആ ഒരു പോസിറ്റീവ് എനർജി, അത് നമ്മളിലേക്ക് എത്തു തന്നെ വേണം. അപ്പം അതിനുള്ള ആദ്യ പടികളൊക്കെയാണ് ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത്, ഭഗവാനെ കണ്ടു തൊഴുന്നതൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യണം? ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കണം. നമ്മുടെ മനസ്സ് മാത്രമല്ല, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശരീരം എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. അപ്പോൾ ആ വെണ്ണയാണ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ തന്നെ കൊടുക്കുക, അത് ഭഗവാനിലേക്ക് ഭഗവാൻ അലിഞ്ഞില്ലാതാക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാവർക്കും എത്താനായിട്ട് സാധിക്കണം. ആ ഒരു തലത്തിലേക്ക് എല്ലാവർക്കും ഉയരാനായിട്ട് സാധിക്കണം. അപ്പോൾ നന്നായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. വെണ്ണയും ഓടക്കുഴലുമൊക്കെ ആയി നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് ആ കുഞ്ഞു പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി നമുക്ക് നാഗങ്ങളെ കുറിച്ചൊന്ന് പറയാം കേട്ടോ. നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ, ഹൈന്ദവർ പ്രധാനമായിട്ട് നാഗങ്ങളെ ഈശ്വരന്മാരായിട്ടാണ് കാണുക. നാഗാരാധന അല്ലെങ്കിൽ സർപ്പാരാധന, സർപ്പക്കാവുകൾ, ഇങ്ങനെയൊക്കെയുള്ള രീതികളും നമുക്കുണ്ട്.
ഈ കാവ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പഴയ തലമുറയിലുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് പലയിടത്തും ധാരാളമായിട്ട് കാണുന്ന ഒന്നായിരുന്നു ഈ സർപ്പക്കാവുകൾ എന്ന് പറയുന്നത്. ഇന്ന് ആർക്കെങ്കിലും അറിയോ? കാവുകൾ കാണാത്ത കുട്ടികളൊക്കെ ധാരാളമായിട്ടുണ്ട്. എന്തുകൊണ്ടത്? അതൊന്നും ഇപ്പം ഇല്ല. പലരും അവിടെയൊക്കെ നികത്തിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വീടുകൾ പണിയുന്നു, പലതരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഉയർത്തി വരുന്നു. അപ്പോൾ ഈ കാവുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക. ഈ കാവ് എന്ന് പറയുന്നത് തന്നെ ഒരു ആവാസ വ്യവസ്ഥയാണ്. ആ ഒരു പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ കാവുകൾ എന്ന് പറയുന്നത്. ഇതില്ലാതായിക്കൊണ്ടിരിക്കുക. കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം മരങ്ങളുള്ള ഒരു കുഞ്ഞു പ്രദേശം ഉണ്ടായിരിക്കും. അവിടെ നിറയെ മരങ്ങൾ ഉണ്ടായിരിക്കും, നിറയെ ചെടികൾ, വള്ളിപ്പടർപ്പുകൾ ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ കാവുകളിൽ ആരും അടിച്ചു വരാറൊന്നുമില്ല. അവിടെ ഇങ്ങനെ ഇലകൾ വീഴും, അതിന് മുകളിൽ പിന്നെയും ഇലകൾ വീഴും. അങ്ങനെ എല്ലാം കൊണ്ടും തണുപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഈ കാവുകൾ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന് പരിസരത്തൊക്കെ ഇങ്ങനെ സർപ്പക്കാവുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. പണ്ടൊക്കെ ഒരുവിധം എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും കാവുകളൊക്കെ ഉണ്ടായിരുന്നു. കാവും കുളവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും, കുളമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇനി കുഴിക്കണം എന്നാൽ മാത്രമേ അത് ഉണ്ടാകുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊക്കെ അപ്രത്യക്ഷമായിരിക്കണം. അപ്പോൾ എന്തായി? ഇവിടെയാണ് ഈ പാമ്പുകൾ അല്ലെങ്കിൽ നാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അത് വിഷമുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ ഇവരൊക്കെ സ്വൈര്യമായിട്ട് വിഹരിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇവർക്കൊക്കെ തണുപ്പാണ് ആവശ്യം. ചൂടൊന്നും സഹിക്കാനായിട്ട് കുഞ്ഞു ദേഹത്തിന് സാധിക്കില്ല. അതിപ്പോൾ മനുഷ്യന്മാരുടെ കാര്യം നോക്കിയാൽ മനുഷ്യന്മാർ സഹിക്കുന്നതിൻ്റെ ഒരു കാൽഭാഗം ചൂട് പോലും മൃഗങ്ങൾക്കൊന്നും സഹിക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുക. അപ്പോൾ അവർ താമസിക്കുന്ന ആ ഒരു സ്ഥലം ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവർക്ക് ചൂട് പറ്റില്ല, തണുപ്പ് വേണ്ടേ? അപ്പോൾ തണുപ്പ് ലഭിക്കുന്ന സ്ഥലത്തേക്ക് ഇവർ വരികയാണ് ചെയ്യണത്. അതായത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ബാത്റൂം, ബെഡ്റൂം, ഇവിടെയൊക്കെ തണുപ്പ് പൊതുവെ കൂടുതലുള്ള സ്ഥലങ്ങൾ. അവരെങ്ങനെയാണ് കയറി കൂടുന്നതെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ മനുഷ്യർക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ വാതിലൊക്കെ ആവശ്യമുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ ദ്വാരം ഉണ്ടായാൽ മതി, അവർക്ക് അതിലൂടെ സുഖമായിട്ട് കയറാം. അങ്ങനെയുള്ള ശരീരമാണ് അവരുടെ. അപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്നും അറിയില്ല. അവിടെ തണുപ്പുണ്ടെങ്കിൽ അവർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഈ ചെടിയൊക്കെ നനയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ ഈർപ്പം നിന്നിട്ട് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളായിരിക്കും. അതേപോലെ തന്നെ ന്യൂസിലൊക്കെ കാണുന്ന, വീഡിയോസിലൊക്കെ കാണുന്നതാണ് കേട്ടോ. വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ, സീറ്റിൻ്റെ ഇടയിൽ ഒക്കെ അവർ കയറിയിരിക്കുന്നുണ്ടായിരിക്കും. കാരണം അവിടെയൊക്കെയാണ് അവർക്ക് തണുപ്പ് കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവരുടെ ആ ഒരു ആവാസ വ്യവസ്ഥയെ, അവരുടെ വീട് നമ്മൾ നശിപ്പിച്ചു. അപ്പോൾ പിന്നെ അവർ വേറെ സ്ഥലങ്ങളിലേക്ക് വരാതിരിക്കുമോ? അത് നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല, അവർ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ആ കാൽപെരുമാറ്റം അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ല നമ്മുടെ ബിഹേവിയർ അല്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ സ്വയം സംരക്ഷിക്കാനാണ് നോക്കുന്നത്. നമുക്ക് അവരെ കണ്ടാൽ പേടിയല്ലേ ഉണ്ടാകുക, അവർക്കും നമ്മളെ കണ്ടാൽ പേടിയാണ് ഉണ്ടാകുക. അപ്പോൾ അവരുടെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആക്രമിക്കണത്. ഇപ്പോൾ ഏതൊരു ജീവിയാണെങ്കിലും, അത് മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും ചെറിയ ഉറുമ്പാണെങ്കിലും എല്ലാത്തിൻ്റെ ജീവനും ഒരു വില തന്നെയാണ്. പണമുള്ളവരുടെ ജീവന് ഒരു വില, പണമില്ലാത്തവർക്ക് ഒരു വില എന്നല്ല, എല്ലാവർക്കും ഒരേ തുല്യമായിട്ടുള്ള ജീവന്റെ വിലയാണുള്ളത്. അപ്പോൾ അത് അവർ സംരക്ഷിക്കാനായിട്ട് നോക്കും. അത്രയേ അവരും ചെയ്യണുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ പ്രതികരണത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പാമ്പ് ഇങ്ങനെ കടിക്കുന്നതൊക്കെ. അപ്പോൾ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വിഷമുള്ളതാണെങ്കിൽ അവരിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മരിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല അവർ കടിക്കാനായിട്ട് വരുന്നത്, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ പിന്നെ ആപത്തായി. അതൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിലും ഒക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ പലയിടത്തും ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ പലരും കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ജനലൊക്കെ തുറന്നിടും. ഇപ്പം ഇങ്ങനെ ചെറിയ അഴികളൊക്കെ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ നെറ്റൊക്കെ അടിച്ചിട്ടുള്ള ജനലാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തുറന്നിടാം. അല്ലാതെ തുറന്നിടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, അതിലൂടെയൊക്കെ കയറി വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ചിലർ ഈ പച്ചക്കറികളൊക്കെ നടുന്ന സമയത്ത് അതിനിങ്ങനെ വള്ളികൾ പടർന്നു പോകാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജനലുമയ്ക്കൊക്കെ കയറ് കെട്ടി വെക്കും. അവർക്കത് പടരണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആ ജനലിൽ കൂടെ ആരെങ്കിലും അകത്ത് കയറുന്നുണ്ടോ എന്ന് ആരും ചിന്തിക്കില്ല. അപ്പോൾ ഇവരെ അതിൽ കൂടെയും കയറി വരും. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ. ഒരു സെക്കൻഡ് മതി നമ്മുടെ കണ്ണ് വെട്ടിച്ചിട്ട് കയറാനായിട്ട്. അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കയറുന്നതിൽ കൂടിയിട്ട് നമുക്ക് ദോഷമാണ് ഉണ്ടാകുക. ഇവരെല്ലാം നാഗങ്ങളെല്ലാം ദൈവങ്ങളാണ് അല്ലെങ്കിൽ ഈശ്വരന്മാരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും അകത്ത് കയറ്റാറില്ലല്ലോ. ഇതൊക്കെ നമുക്ക് ദോഷം വരുന്ന അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിക്കാം. രാത്രിയിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വാതിലൊക്കെ തുറക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാല് വെക്കുന്നതിന് മുൻപായിട്ട് തറയിലേക്കൊന്ന് നോക്കുക. ഞങ്ങളുടെ വീട്ടിലും പറയാറുണ്ട് കേട്ടോ ഈ കാര്യങ്ങൾ, അതുകൊണ്ടാണ് പറയണത്.
കാരണം ഇപ്പോൾ ടൈലൊക്കെ ഇട്ട സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ എന്താണെങ്കിൽ കൂടി അവിടെ തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അറിയാതെ ഒന്ന് ചവിട്ടിയാൽ പോലും ഇങ്ങനെയുള്ള കടി കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്ക് എന്താണ് ഭഗവാൻ വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ മരണം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. എന്നിരുന്നാലും നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ്, ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചൂടാണ്. ഈ ചൂട് ഇത്രയധികം ഉണ്ടാക്കുന്നതും നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളാണ് എല്ലാവരും നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചൂട് കൂടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വർഷത്തെ ചൂട് എത്രത്തോളം സഹിക്കാൻ പറ്റാത്തതാണല്ലേ. ഒരു 10 വർഷം മുൻപുള്ള ഒരു വേനൽക്കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയധികം ഉണ്ടായിരുന്നോ? ഇല്ല, കൂടിയേ വരുന്നേ. ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു വേനൽക്കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനേക്കാളേറെ ചൂട് കൂടുതലായിരിക്കും. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്? ചൂട് കൂടുതലുണ്ട്, അപ്പം നമുക്ക് AC ഇടാം. ഒരുവിധം വീടുകളിലൊക്കെ ഇപ്പോൾ AC ഉണ്ടായിരിക്കും. അപ്പോൾ AC ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഓക്കെ ആയി. എന്തായി? തണുപ്പായി. കറണ്ട് ബില്ല് വരുമ്പോൾ കൊടുക്കണം എന്നേ ഉള്ളൂ. പക്ഷെ അതും പ്രകൃതിക്ക് ദോഷമാണ്. അതിൽ നിന്ന് വരുന്ന വിഷമായിട്ട്, അതായത് വാതകങ്ങൾ, ഇതൊക്കെ പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മുടെ സൗകര്യത്തിനായിട്ട് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം പ്രകൃതിക്ക് കൂടെ സൗകര്യമുള്ളതാണോ ദോഷമില്ലാത്തതാണോ എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. സ്വന്തം കാര്യം മാത്രമേ മനുഷ്യർ ഇപ്പോൾ ചിന്തിക്കാറുള്ളൂ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്. പക്ഷികൾ, മൃഗങ്ങൾ, ഇവരുടെ കാര്യം കൂടെ നമുക്ക് നോക്കണം. ഈ നഷ്ടപ്പെട്ടു പോയ കാവുകളൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കാൻ ഇപ്പോൾ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആരെങ്കിലും, കാവ് സംരക്ഷണത്തിനായിട്ട് നടക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും സത്യമായിട്ടുള്ള, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ പ്രകൃതിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക. ആ ഒരു പഴയ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് മുഴുവനായിട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ടൊന്നും സാധിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടും കൂടെ നമ്മൾ ശ്രമിക്കണം. പിന്നെ വിശ്വാസപരമായിട്ട് അല്ലെങ്കിൽ ദൈവികപരമായിട്ട് നമ്മൾ ഇതിനെ സമീപിക്കുകയാണെങ്കിൽ പണ്ടുള്ളവരെ പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാമ്പിനെ സ്വപ്നം കാണുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ പരിസരത്തോ ഒക്കെ അതിനെ കാണുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വഴിപാടുകൾ അവിടേക്ക് മറന്നു പോയിട്ടുണ്ടായിരിക്കും. അതിൽ നാഗങ്ങൾക്ക് ചെയ്യാനുള്ള വഴിപാടുകൾ എന്തെങ്കിലും മുടങ്ങി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോഴൊക്കെയാണ് അത് ഓർമ്മിപ്പിക്കാനായിട്ട് ഇവർ നമ്മളെ അടുത്തേക്ക് വരികയെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പണ്ടുള്ളവർ എന്താ ചെയ്യുക? ഇപ്പോൾ പഴയ ആൾക്കാർ, എൻ്റെ ഗുരുനാഥയും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അവരുടെയൊക്കെ മുത്തശ്ശിമാര് അതെ വേഗം പോയിക്കോളൂ കേട്ടോ, അവിടേക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊടുത്തയച്ചോളാം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തലയും കുലുക്കിയിട്ട് പോകുത്രേ. അപ്പോൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും പൈസ എടുത്തിട്ട് ഒഴിഞ്ഞു വെച്ചിട്ട് അടുത്തത് ആരാണോ അവിടേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പാമ്പുമേക്കാട്ടേക്കോ അല്ലെങ്കിൽ മണ്ണാറശാലയ്ക്കോ ഒക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കയ്യിൽ കൊടുത്തയക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ പിന്നെ ഇതുപോലെയൊന്നും കാണാതിരിക്കാറും കൂടെ ചെയ്യാറുണ്ടെന്നും കൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ദൈവങ്ങളായിട്ടാണ്, ഈശ്വരന്മാരായിട്ടാണ് കാണുന്നത്. അപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുന്ന പോലെ തന്നെ ഇപ്പോൾ കാവുകൾ, സർപ്പക്കാവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്കും പോകുക. ഇപ്പോൾ മമ്മിയൂർ ക്ഷേത്രത്തിലൊക്കെ സർപ്പക്കാവുണ്ട്. അവിടെയൊക്കെ അവിടുത്തെ വിശേഷ ദിവസങ്ങളിൽ പോകുക, എന്തെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന പൂജകളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നാഗദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ ഒരു പാമ്പിനെ കണ്ടതുകൊണ്ടൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല, അവരതിൽ കൂടെ പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ കാണുമല്ലോ, അപ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒന്നുകിൽ നമ്മളിരിക്കുന്ന ആ ഒരു വീടിൻ്റെ ആ ഒരു പരിസരം അല്ലെങ്കിൽ ആ ഒരു ഭൂമി, അതിലെന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടോ എന്ന് ആ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ചിന്ത വരണം. പണ്ട് കാലത്ത് ചിലപ്പോൾ അവിടെ കാവുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതിന് ഒരു കാരണമാണ് പറയണത് കേട്ടോ. അങ്ങനെയൊക്കെ അവിടേക്ക് അവർ സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ അത് ആരുടെങ്കിലുമൊക്കെ അടുത്ത്, ജ്യോത്സ്യന്മാരൊക്കെ അടുത്ത് സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെയൊക്കെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം ഉണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ഈ സർപ്പാരാധന അല്ലെങ്കിൽ സർപ്പദൈവങ്ങൾ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. അവരെയൊക്കെ ഉപദ്രവിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ദോഷങ്ങളൊക്കെ ദുരിതങ്ങളായിട്ട് പല തലമുറയിലേക്കും കൈമാറപ്പെടും എന്നും കൂടെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ ഇവരൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ചില പൊടിക്കൈകളൊക്കെ ചെയ്യാറുണ്ട്. പണ്ടുള്ളവർ തന്നെയാണ് അത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കായമൊക്കെ കലക്കിയിട്ട് ചുറ്റുമൊക്കെ ഒഴിക്കും.
വെക്കും. അതേപോലെ തന്നെ വെളുത്തുള്ളി അതൊക്കെ തന്നെ ചതച്ചിട്ട് ഇതിൻ്റെയൊക്കെ ആ മണം ഉണ്ടല്ലോ, സൾഫറിൻ്റെ ഒക്കെ ഗന്ധം, ഇതൊന്നും ഇവർക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തീരെ അടുക്കില്ല എന്ന് പറയും. പിന്നെ മണ്ണെണ്ണയൊക്കെ തളിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കണം. കാരണം ഇവർ വരുന്ന സമയത്ത് തളിക്കരുത്. അവർ ശരീരത്തിന് ദോഷകരമാകുന്ന പൊള്ളുക ചെയ്യുക, ആ രീതിയിലൊന്നും ചെയ്യരുത്. അപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്കതൊരു ദേഷ്യവും സങ്കടമൊക്കെ വരില്ലേ, അതേപോലെ തന്നെ അവർക്കും വരും. അപ്പം ദേഹത്ത് തട്ടാതെ നോക്കണം, ആ മണ്ണിൽ ഒഴിക്കാം, അപ്പോൾ അവരങ്ങോട്ട് വരില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാം. ഭഗവാന്റെ ആരാണ്? അനന്തനാണ്. അപ്പോൾ അനന്തൻ്റെ കുടുംബക്കാർ തന്നെയാണ് ഇവരൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സമീപിക്കുകയാണ്, നന്നായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അപകടങ്ങളൊന്നും കൂടാതെ രക്ഷപ്പെടാനായിട്ടൊക്കെ സാധിക്കും. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കുക, മുൻകരുതലൊക്കെ എടുക്കുക. ഇനി ചോദ്യങ്ങൾ പറയാട്ടോ. നമ്മുടെ ഭക്തർക്കുള്ള സംശയമാണ്. ഞാൻ ഗംഗാ സപ്തമിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പാമരെന്ന് പറഞ്ഞിട്ട് ഐഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ ഗംഗ എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് ഒഴുകി വരുന്നത്? ഈ ഭൂമിയിലുള്ള പാപികളുടെയൊക്കെ പാപങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു മുൻപ് ഗംഗയുടെ അടുത്ത് അഭ്യർത്ഥിച്ച സമയത്ത് ഗംഗാദേവി ചോദിച്ചുത്രേ, ഞാൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാപികളൊക്കെ കുളിക്കൂലോ, അപ്പൊ അവരുടെയൊക്കെ പാപം എനിക്കല്ലേ ലഭിക്കുക, അതായത് ഗംഗയ്ക്കല്ലേ കിട്ടുക, അപ്പൊ ഞാൻ പാപിയാകില്ലേ എന്ന് ചോദിച്ചു എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ നമുക്കൊന്ന് പറയാട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഗംഗാദേവി അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഗംഗയിലെ പാപികൾ മാത്രമല്ല സ്നാനം ചെയ്യാനായിട്ട് വരിക, സജ്ജനങ്ങൾ കൂടെ വരും. അപ്പൊ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാപങ്ങളൊന്നും ചെയ്യാത്തവര്, നല്ല മനുഷ്യരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയാ. അപ്പോൾ അവര് ഗംഗയിൽ വന്നിട്ട് സ്നാനം ചെയ്യുന്ന സമയത്ത് ആ സ്നാനം ചെയ്യുന്നതിന്റെ പുണ്യം ഗംഗയ്ക്ക് ലഭിക്കും. അപ്പൊ പാപികളുടെ പാപവും ലഭിക്കും, ഈ സജ്ജനങ്ങളുടെ പുണ്യവും ലഭിക്കും. അത് തുല്യമായിട്ടാണ് ലഭിക്കുക. അപ്പൊ രണ്ടും കൂടെ ഇല്ലാതാകല്ലേ ചെയ്യുക, ന്യൂട്രൽ ആകുകയല്ലേ ചെയ്യുക. അപ്പോൾ ഗംഗ എപ്പോഴും എങ്ങനെയായിരിക്കും? ശുദ്ധയായിരിക്കും. ഗംഗ എപ്പോഴും പരിശുദ്ധയാണ്. കാരണം പാപികൾ വരുന്നുണ്ട്, പാപം ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് സജ്ജനങ്ങളും വരുന്നുണ്ട്, പുണ്യവും കൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോയിക്കോളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക. അതാണ് നാരദ മഹർഷിയും പോകുന്നത് ഗംഗയിൽ സ്നാനം ചെയ്യാനായിട്ട് സപ്തമിയുടെ അന്ന്. അപ്പം പരീക്ഷ രാജാവിൻ്റെ അടുത്ത് നിന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്നാനം ചെയ്യാനായിട്ട് പോകുന്നത് ആർക്ക് പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാ? ഗംഗയ്ക്ക് പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നാരദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സജ്ജനങ്ങളാണ്. സജ്ജനങ്ങളിൽ ഒരാളാണ് നാരദർ. അദ്ദേഹത്തിന് പാപമൊന്നുമില്ല, പുണ്യം മാത്രമുള്ളത്. അപ്പം അദ്ദേഹം സ്നാനം ചെയ്ത് കഴിഞ്ഞാൽ ഗംഗയ്ക്ക് പുണ്യമല്ലേ ലഭിക്കുക. അപ്പം ഗംഗ കൂടുതൽ സന്തോഷവതിയായിട്ടും കൂടെ കാണപ്പെടും. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നാരദരും കൂടെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സംശയം മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഗംഗ എപ്പോഴും പരിശുദ്ധ തന്നെ ആയിരിക്കും. ഇനി തുളസിയെക്കുറിച്ചുള്ള ചോദ്യമാണ് കേട്ടോ. ഇപ്പോൾ ആ കുട്ടി വിളക്ക് വെക്കുന്നത് രാവിലെ വെക്കാറില്ല, വൈകിട്ട് മാത്രമേ വിളക്ക് വെക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്ക് വെക്കുന്ന സമയത്ത് തുളസിയൊക്കെ അർപ്പിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുളസിയില രാവിലെ തന്നെ പറിച്ചു വെക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? കാരണം വൈകിട്ടാണ് വിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ വൈകിട്ടത്തെ ആവശ്യത്തിനായിട്ട് രാവിലെ തന്നെ പറിച്ചു വെക്കുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ പറിച്ചു വെക്കാം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് അസ്തമിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഏത് സമയത്ത് വേണമെങ്കിലും തുളസിയിലൊക്കെ പറിച്ചു വെക്കാം കേട്ടോ. അസ്തമയത്തിന് ശേഷം പാടില്ല എന്നാണ് പറയാം. ഒപ്പം ഈ ഏകാദശി ദ്വാദശി ദിവസങ്ങളിലും പറിക്കാനായിട്ട് പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വേണ്ടി വരുന്നവർ തലേദിവസം തന്നെ പറിച്ചു വെക്കുക, തുളസി തീർത്ഥമൊക്കെ സേവിക്കുന്നവർ. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും തുളസിയില പറിക്കാനായിട്ട് പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ പീരീഡ്സ് ആയ സമയത്തൊന്നും ആരും തുളസിയില തൊടാനായിട്ട് പോകില്ലല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ കൂടെയാണ്. പിന്നെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുള്ളത്, തുളസി വീടിൻ്റെ തെക്ക് വശത്തായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം തെക്കായതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ഭഗവാനെ നമുക്ക് തെക്ക് വശത്തേക്ക് തിരിച്ചിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് തുളസി തെക്ക് വശത്ത് വളർന്നു വന്നു കഴിഞ്ഞാൽ എന്ത് ദോഷമുള്ളത്? ഒരു ദോഷമില്ല. തുളസി ഒരു വീട്ടിൽ വളർന്നു വരണമെങ്കിൽ തന്നെ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം എന്നാണ് പറയുക. തുളസി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ഭഗവാൻ ഉള്ളിടത്ത് മാത്രമേ ലക്ഷ്മി ദേവി ഉണ്ടാകുള്ളൂ. അങ്ങനെയുണ്ട്. തുളസി ചെടികൾ ധാരാളമായിട്ട് വളർന്നു നിൽക്കുന്ന വീടുകൾ കണ്ടിട്ടുണ്ടോ? അത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. അപ്പം എന്താണ്? തുളസി ചെടിക്ക് എവിടെ വേണമെങ്കിലും വളരാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഏത് ദിശയിലാണ് എവിടെയാണെന്നൊന്നും നോക്കണ്ട. അവിടെ വളർന്നു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിനെ പരിപാലിക്കുക. അതിന് വെള്ളമൊക്കെ ഒഴിക്കുക, എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിക്കുക. ചട്ടിയിൽ കൊണ്ടുവന്ന് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം, തുളസി തറയിൽ കൊണ്ടുവന്ന് നടണമെങ്കിൽ അങ്ങനെ നടാം. എല്ലാ ദിവസവും നന്നായിട്ട് തുളസിയെ പരിപാലിക്കുക, വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് ഭഗവാനെ മാലയൊക്കെ കെട്ടിക്കൊടുക്കുക, ഭഗവാനെ അർപ്പിക്കുകയൊക്കെ ചെയ്യുക. ഒപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് മാല കെട്ടാനും പുഷ്പാഞ്ജലിക്കും ഒക്കെ ആയിട്ട്
കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ എത്രത്തോളം തുളസിയില ഉണ്ടാകുന്നോ ആ തുളസി ചെടി വളർന്നു വരുന്നോ അത്രത്തോളം നല്ലതാണ്. അത് എവിടെയാണെങ്കിലും അത് നന്നായിട്ട് പരിപാലിക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് നാമജപത്തിൻ്റെ വിശേഷം കൂടെ പറയാം. ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം മിനിഞ്ഞാന്നത്തെ വീഡിയോയ്ക്ക് ചൂടെ വന്നിട്ടുള്ള നാമജപങ്ങളുടെ എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 3,57,505 നാമങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പം നന്നായിട്ട് എല്ലാവരും നാമമൊക്കെ ജപിച്ചോളൂ കേട്ടോ. ഇന്ന് ഏകാദശിയും കൂടിയാണ്. അപ്പം ഇന്ന് വളരെ വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫലം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നന്നായിട്ട് നാമം ചൊല്ലാം. ഇന്ന് മോഹിനി ഏകാദശിയാണെന്ന് പറഞ്ഞല്ലോ. ഭഗവാന്റെ ആ ഒരു മോഹിനി രൂപത്തെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നാമം ജപിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും ഏകാദശിയുടെയും ഒരു പുണ്യം ലഭിക്കട്ടെ, വൈശാഖ മാസത്തിൻ്റെയും ഒരു പുണ്യം ലഭിക്കട്ടെ. അപ്പോൾ കൂടുതൽ നാമജപമൊക്കെ ആയിട്ട് നാളെ എന്തായാലും വരണം. അപ്പോൾ ഇന്ന് വിശേഷ ദിവസമായതുകൊണ്ട് കൂടുതൽ നാമജപം നാളെ ഉണ്ടായിരിക്കും എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും പുതിയ അറിവുകളും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മറുപടികളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.